കേന്ദ്ര സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ സിജെപി. പോലീസ് പൊളിച്ച സമരപ്പന്തൽ സിജെപി പ്രവർത്തകർ വീണ്ടും നിർമ്മിച്ചു. അതിനിടെ ജന്തർ മന്ദിറിലേക്ക് എത്തിയ സിപിഎം പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കെ രാധാകൃഷ്ണൻ എംപിക്ക് പരിക്കേറ്റു. സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവരാണ് സമരത്തിന് പിന്തുണ അറിയിക്കാൻ എത്തിയത്. We will show you. What do you think? We have shown our identity. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഭാഗമായിട്ട് ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത്. 20ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ്. ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പാർലമെന്റിൽ ഉപയോഗിക്കുക എന്നുള്ള നിലപാടാണ് ഓപ്പോസിഷൻ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങളതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതും നോട്ടീസ് ചർച്ച ചെയ്യപ്പെട്ടില്ല. നാളെയും ഈ കാര്യമായി ഇന്നത്തെ ഈ അക്രമവും ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള നരനായത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, എത്ര തല്ലിച്ചതച്ചാലും സമരപ്പന്തൽ പൊളിച്ചു നീക്കിയാലും പ്രതിഷേധത്തിന് അയവില്ല, പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് സിജെപി പ്രവർത്തകർ. അവർ ഈ രാത്രി വൈകിയും പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CPM നേതാക്കൾ എത്തുന്നത് നമ്മൾ കണ്ടതാണ്. നേതാക്കൾ എത്തിയ ശേഷവും പോലീസുമായി സംഘർഷമുണ്ടായി എന്നാണോ മനസ്സിലാക്കുന്നത്? CJP പ്രതിഷേധത്തിന് രാത്രിയിലും പിന്തുണ ഏറുകയാണ്. CJP പ്രതിഷേധം ഒരിക്കലും അവസാനിപ്പിക്കില്ല എന്ന് നേരത്തെ തന്നെ ഭാരവാഹികളടക്കം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ആളുകൾ ഇന്ന് ഈ രാത്രിയിലും ഈ ദില്ലി ജന്തർ മന്ദറിലേക്ക് എത്തിയിരുന്നു. ഇന്ന് രാജ്യ തലസ്ഥാനമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. സംഘർഷഭരിതമായി മാറിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജന്തർ മന്ദറിലെ സമരവേദി ദില്ലി പോലീസ് ഇടപെട്ട് അത് പൊളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ പ്രവർത്തകർ ഈ രാത്രിയിലും ആ പഴയ സമരവേദി എങ്ങനെയാണോ ആ രീതിയിലേക്ക് അതിനെ സജ്ജമാക്കാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും സമരക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പിന്തുണ അറിയിച്ചുകൊണ്ട് യുവാക്കൾ ഇവിടേക്ക് എത്തി. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ ഈ സമരവേദി മുമ്പ് എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് പോലീസ് നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തി ഇവിടെ പ്രതിഷേധക്കാരെ മാറ്റാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും പ്രതിഷേധക്കാർ ഇവിടെ നിന്നും പോകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ ഈ രാത്രിയിൽ ഇന്ന് കണ്ട അതേ സമരവേദിയിൽ അതെങ്ങനെയാണോ അതുപോലെ സജ്ജമാക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. പൊളിച്ച സമരപ്പന്തൽ അത് വീണ്ടും പണിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പിന്നോട്ട് പോകില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ വീണ്ടും പറയുന്നത്. എപ്പോഴാണോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് അപ്പോൾ വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഈ സമരവേദി പൊളിച്ച് നീക്കാനുള്ള ദില്ലി പോലീസ് ശ്രമത്തെ ഏത് വിധേനയും തടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് CJP പ്രവർത്തകർ.